ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ബേബി ജോൺ, അഥവാ തെറിയുടെ ഹിന്ദി റീമേക്ക്. എൻ്റെ റിവ്യൂ ആണ്. സോറി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വരുൺധാവൻ, വാമിക ഗാബി, കീർത്തി സുരേഷ്, രാജ്പൽ യാദവ്, ജാക്കി ഷ്രോഫ്, നമ്മുടെ KGF അവിനാശ്, അങ്ങനെ പിന്നെ മുകേഷ് ഋഷി ഉണ്ട് കേട്ടോ. മുകേഷ് ഋഷി, ജാഫർ സിദ്ദിഖ്, കാലി വെങ്കട്ട്, വേറെ ആരുടെ ഇത്ര പേര് എനിക്ക് അഭിനയിച്ചവരിൽ ഇത്ര പേര് എനിക്കറിയാവുള്ളൂ. സോറി. പിന്നെ ഒരാളുണ്ട്, ഒരു ക്യാമിയാണ്. അതിനെക്കുറിച്ച് ലാസ്റ്റ് പറയാം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അബവ് ആവറേജ് മൂവിയാണ്. കാരണം കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് ഒരു സ്മൂത്തായിട്ടാണ് പോയിരിക്കുന്നത്. വീണ്ടും അത് പറയണം, നമുക്കൊന്ന് വേദനയെടുക്കുന്നുണ്ടായിരുന്നതുകൊണ്ടാണ്. അതിവിടെ ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ടിങ് മീൻസ് ഒരു ആദ്യത്തെ ഒരു സീൻ എന്ന് പറയണത് അവർ ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. മീൻസ് അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഇറച്ചി കഷ്ണത്തിൽ കഷ്ണം കാണും. ഇറച്ചി കഷ്ണത്തിൻ്റെ അകത്ത് പെണ്ണുങ്ങളൊക്കെ എടുത്തിരിക്കുന്നു. എന്നിട്ട് അത് മുറിക്കുമ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ അതിൻ്റെ അകത്ത് ദോശ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ത് വെറൈറ്റി കണ്ടത് പെണ്ണുങ്ങളുടെ ഇറച്ചി, പെണ്ണുങ്ങളുടെ ഇറച്ചി വെക്കണമെന്ന് ഒരു സംശയം വരും. പക്ഷെ അതൊന്നും അല്ല സംഭവം. ട്രെയിലറിൽ വേണ്ട. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് മുറിക്കുമ്പോൾ പെണ്ണുങ്ങൾ അതിൻ്റെ അകത്താണ്. ഇങ്ങനെ മുറിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ വീഴും. അതിൻ്റെ അത് ഓക്സിജൻ തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് ചെയ്യണ്ടാവും. ശ്വാസം വിട്ട് ചാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതിൻ്റെ അതില്ല. അപ്പം ഇത് അറിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാനാണ് ജാഫർ സദ്ദീഖിൻ്റെ പണിയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുകേഷ് ഋഷി ഷേ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും. അപ്പോൾ മുകേഷ് ഋഷി ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യുക, അപ്പോൾ തന്നെ നീ ഒന്ന് പാടത്താക്കി. അപ്പം മാണിനെ ഇവന്മാർ പിടിച്ച് വെച്ചിരിക്കണം. അപ്പം ഞാനാണ് ബസ് ഇതാരുടെ ഷൈലോക്ക് പടത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിരിക്കണത്. ഷൈലോക്കിൻ്റെ പേരാണല്ലോ. പക്ഷേ ഷൈലോക്ക് എനിക്ക് ആവറേജായിട്ട് ഫീൽ ചെയ്തത് വേറെ പറ്റി. അതെന്താ കേട്ടോ. പിന്നീട് തെറിയാണ്. മീൻസ് തെറി സിനിമയുടെ ഒരു പ്ലോട്ടിലാണ് പോണത് ഫസ്റ്റ് ഹാഫ്. മീൻസ് പിന്നെ നമ്മുടെ തെറിയിലൊരു ഹൈലൈറ്റ് സീനുണ്ട്. മീൻസ് അങ്ങേര് മീൻസ് വിജയ് മലയാളത്തിൽ പറയുന്നൊരു മലയാളം സംസാരിക്കുന്ന സീനുണ്ട്. കണ്ടപ്പോൾ മീൻസ് എൻ്റെ തിയേറ്ററിലൊന്നും അല്ല തെറിയുണ്ട്. ഞാൻ TV-യിൽ വന്നപ്പോൾ സൂര്യ TV-യിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഫസ്റ്റ് ടൈം. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മീൻസ് ആ സിനിമ അത്യാവശ്യം നല്ല പടമായിരുന്നു. അതിന് അപകടമൊന്നും ഞാൻ ഒരിക്കലും പറയൂല. അതിൽ വിജയ് മലയാളം സംസാരിക്കുന്ന സീനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആ ഒരു സീൻ ഈ പടത്തിലുണ്ട്. ആ സീൻ ഇതിൽ ഹൈലൈറ്റായി വന്നോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ പറയുള്ളൂ. കാരണം മലയാളം മാക്സിമം അങ്ങേര് പഠിച്ച് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അത് അങ്ങേര് മാക്സിമം അങ്ങേര് ശ്രമിച്ചതുപോലെ എന്നാൽ വേണം എനിക്ക് ഫീൽ ചെയ്തത്. ശ്രമിച്ചിട്ടെന്നാണ് അങ്ങനെ മലയാളം പഠിച്ച് വന്നിരിക്കണത്. അത് അങ്ങനെ മാക്സിമം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർബ് അവൻ. പിന്നെ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ കൊടൂര വില്ലൻ നമ്മുടെ ജാക്കി ഷ്രോഫ് കൊടൂര വില്ലൻ. ഏതായാലും അവൻ എന്ന് പറയണതിൽ എൻ്റെ മോനെയാണെങ്കിൽ എൻ്റെ പൊന്നോ ഇമ്മാതിരി വെറുപ്പിക്കൽ ക്യാരക്ടറായി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് കട്ട ശോകമാണ്. എൻ്റെ മീൻസ് ആ ക്യാരക്ടറെ ഒന്ന് കൊന്നാൽ മതി എന്നുള്ളൊരു ഇതിലോട്ട് എത്തും നമ്മൾ. മീൻസ് അമ്മാതിരി വെറുപ്പി അങ്ങാതിരി ഒരു ക്യാരക്ടറാണ് അത്. ഒന്ന് കൊന്നെത്താ ഞങ്ങളെ വിട്. അങ്ങനെയാണ് തോന്നിയത് ആ ക്യാരക്ടർ കണ്ടിട്ട്.
ഒന്ന് വേഗം വന്ന് കാണുന്നു പറയാം. മീൻസ് ആ ക്യാരക്ടർ എനിക്ക് അത്രയും പിടിച്ചില്ല. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറെ നെഗറ്റീവ്സ് ഉണ്ട്. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് ഇവന്മാർ മറ്റേ വിജയിൻ്റെ സാധനം നൈസായിട്ടൊന്ന് ഊരിയിട്ടുണ്ട്. മീൻസ് വിജയിൻ്റെ ബബിൾ കം സ്റ്റൈലിലൂടെ അത് അത്യാവശ്യം ഒന്ന് കോപ്പിടിച്ചിട്ടുണ്ട്. മീൻസ് വിജയിൻ്റെ മറ്റേ ബബിൾ കം കൊണ്ട് ഒരു സംഭവം കാണിക്കുക, അത് നൈസായിട്ട് കോപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ക്ലൈമാക്സ് ഫൈറ്റിൽ നേരെ ജവാനൊക്കെ ഓർമ്മ വരും. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ എന്ന് പറയുമ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് സീനിൽ ഒരു ജവാൻ വരെ ഓർമ്മ വരുത്തുന്ന, അതിനും പുഷ്പ 2ൻ്റെ ക്ലൈമാക്സ് ഓർമ്മ വരുത്തുന്ന ഒരു ഫൈറ്റ് സീനുണ്ട്. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പുഷ്പ 2 ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ കാണാൻ മാക്സിമം ശ്രമിക്കുക ഈ കോപ്പി സീൻ. പിന്നെ നെഗറ്റീവ് എന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം ഉണ്ട് കേട്ടോ. മറ്റേ ഇവിടെ തെറിയിൽ മറ്റേ ഒരു MLA എന്തോ കൊല്ലുന്നൊരു സീനുണ്ട്. MLA ആണ് മിനിസ്റ്ററാണ് എന്തിനാണ് ഇങ്ങനെ എന്തോ കൊല്ലണ സീനുണ്ട്. മീൻസ് ഒരു കെട്ടിടത്തുനിന്ന് ആ സീൻ എന്തോന്നാണ് കാണിച്ചു ചെയ്യണത്. മീൻസ് ആൾ വീഴുന്ന സീൻ കാണുന്ന എൻ്റെ പൊന്ന് വില്ലൻ കട്ട വെറുപ്പീരാണ്. ഓൾറെഡി ഈ സിനിമയിൽ ആ വില്ലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒട്ടും മര്യാദയ്ക്ക് പണിയെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ആ വില്ലൻ ക്യാരക്ടർ എന്തിനു കാണിച്ചതാണോ എന്തോ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് ഞാൻ ജാക്കി ഷ്രോഫിൻ്റെ കാര്യമല്ല പറയണം, ഇത് ജാക്കി ഷ്രോഫിൻ്റെ കൂട്ടാളി എന്ന് പറഞ്ഞിടത്ത് തന്നെ കാണിക്കുക, അതിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. മീൻസ് നമ്മുടെ ഇതിൽ തെറിയിൽ ആരെയാണ് റോള് ചെയ്തത്? അഴകൻ പെരുമാൾ റോള് ഇതിൽ ചെയ്താണ്. എന്തോന്നാണ് ഈ കാണിച്ചിരിക്കണത്? എന്നാലും കൊള്ളാം. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് അതിൻ്റെ VFX ചെയ്തവനെ ഞാൻ അഭിനന്ദിക്കും. കാരണം ആ നൈറ്റ് സീൻ ഡാർക്കാണ്, സീൻ വേറെ ലെവലായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ക്ലൈമാക്സ് സീനല്ല, ഒരു ജാക്കി ഷ്രോഫും പറയുന്നത് അവനായിട്ട് ഒരടി വരും. അത് സീനിൽ മറ്റേ കണ്ടെയ്നർ എന്നിട്ട് ബഗീര വരെ ഉണ്ട്. സംഭവത്തിൽ ബഗീര സിനിമ വരെ ഉണ്ട്. ബഗീര സിനിമയെന്നാണ് കൂടുതൽ കോപ്പി ചെയ്യുന്നതെന്ന് തോന്നുന്നു എനിക്ക് അതിനോട്. എന്നാലത് നൈസായിട്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു എന്നാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്. പിന്നെ വാമിക ഗാബിയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ പടം അറ്റ്ലിയുടെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല അറ്റ്ലിയുടെ പടങ്ങളെന്ന് വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കയറ്റി വന്നിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ പടത്തിൽ മീൻസ് വുമൻ എംപവർമെൻ്റ് ഉണ്ട്, മീൻസ് അറിയില്ല, സ്ത്രീ ശാക്തീകരണം അതൊക്കെ ഉണ്ട്. പിന്നെ രാജ്പാൽ യാദവിനെതിരായിട്ടും കാണാത്തൊരു റോളും ഞാൻ കണ്ടു ഈ പടത്തിൽ. രാജ്പാൽ യാദവ് ഇത്ര നാൾ കോമഡിയൻ എന്നുള്ള റോളിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. കാരണം അങ്ങേരം മാക്സിമം നല്ലതായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. മീൻസ് അങ്ങനത്തെ റോള് ഞാൻ വിചാരിച്ചാൽ ഈ സിനിമയിൽ കോമഡിയൻ അങ്ങനെ ഇമോഷണലും കൂടി ചേർന്നിട്ടുള്ള റോളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങേരെ പടത്തിൽ പൊടിച്ചടുക്കിയിട്ടുണ്ട്, വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങേരെ ഫൈറ്റ് സീനൊക്കെ കാണുന്ന എൻ്റെ പൊന്നോ വേറെ ലെവലായിട്ടാണ് അത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കണത്. പിന്നെ വാമിക ഗാബിക്കും 1-2 ഫൈറ്റ് സീനുണ്ട്, അത് നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ സ്ത്രീ ശാക്തീകരണം അറ്റ്ലിയുടെ വീക്ക്നെസ്സാണ്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേര് അത് ഇതിൽ സ്പെഷ്യലിസ്റ്റും ആണെന്നുള്ളത് നമുക്കറിയാം. അത് മാക്സിമം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു അറ്റ്ലി. ഈ ഞങ്ങളൊക്കെ ഇതിൽ ഓഡിറ്റ് ചെയ്യുന്നതാണ് പറയാൻ പറഞ്ഞ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അറ്റ്ലി കേട്ടോ. ഡയറക്റ്റ് ചെയ്തിരിക്കണത് എന്താണ് നമ്മുടെ കീ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? നമ്മുടെ ജീവയുടെ അതിൻ്റെ ഡയറക്ടറാണ്. പിന്നെ മ്യൂസിക് തമനസാണ്, അറിയാമല്ലോ. പിന്നെ തെലുങ്കിലെ മെയിൻ സാധനമാണ് ആളാണ്. എന്നിട്ട്
എന്തായാലും BGM മ്യൂസിക്കും കൊള്ളാം. ഞാൻ ഇപ്പോൾ പറയാൻ മറന്നതാണ്. BGM മ്യൂസിക്കൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ അറ്റ്ലിയുടെ പ്രൊഡ്യൂസിങ് ആണ്. അറ്റ്ലിയും പിന്നെ ആരാണ് ജ്യോതി ദേശ്പാണ്ഡെ കൂടിയാണ് ഇത് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മീൻസ് ജ്യോതി ദേശ്പാണ്ഡെ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല. ജിയോ സ്റ്റുഡിയോസ്, മറ്റേത് ആപ്പിൾ സ്റ്റുഡിയോസാണ് അറ്റ്ലിയുടെ തന്നെ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അവിടെ അല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അണ്ണാ. ഇനി പ്രൊഡ്യൂസിങ് നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രൊഡ്യൂസിങ് നിർത്തിയ ഇങ്ങേർക്കാണ് നഷ്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതേപോലെ നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് എനിക്ക് ഇറ്റ് ഈസ് മൈ അഡ്വൈസ് ടു അറ്റ്ലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആരെങ്കിലും ഈ പടം ആനിമലാണ്, കില്ലാണ്, മാർക്കോയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പടത്തിന് കയറിയ അവന്മാർക്ക് ഈ പടം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനത്തെ ഒരു പടമേ അല്ല ഇത്. അങ്ങനത്തെ ഒരു വയലൻസ് ഉള്ള സിനിമയല്ല, മീൻസ് ബ്ലഡി വയലൻസ് ഉള്ള സിനിമയല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഒന്നോ രണ്ടോ സീനിലുണ്ടെങ്കിലും വലുതായിട്ടൊന്നുമില്ല. മീൻസ് ആനിമലിലും കില്ലിലെയും നെല്ലിൻ്റെയും ബാർക്കോൻ്റെ കാര്യം ഞാൻ പറയണ്ട, അത് എ റേറ്റഡ് മൂവിയാണ്, ഇത് യു പറയാണ്, അത്രയുള്ള ഡിഫറൻസ്. പക്ഷെ അതിൻ്റെ താരതമ്യം ചെയ്യാൻ നിൽക്കരുത്, അത് ഞാൻ ഇന്ന് വന്ന് പറയണം. നിങ്ങൾ താരതമ്യം ചെയ്യാൻ നിന്ന ഒന്നുമില്ല, നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെടില്ല, ഈ പടം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു കേട്ടോ, അവസാനത്തെ കാര്യം. സോറി, ഇങ്ങനെ ചൊറഞ്ഞത് എനിക്ക് ചെറിയ ചൊറിച്ചിൽ പ്രശ്നം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സോറി. ലാസ്റ്റ് ഒരു ക്ഷേമിയ വരും മോന് അന്നല്ലടേ നമ്മുടെ ഇത് ഈ സിനിമയിൽ പ്രഭുവിൻ്റെ ക്യാരക്ടർ, മീൻസ് തെറിയിൽ പ്രഭു ചെയ്തിരുന്ന ക്യാരക്ടർ ഇതിൽ ചെയ്തിരിക്കണം. നമ്മുടെ സാഹോല ഒരു പോലീസുകാരൻ ഇല്ലടെ കറക്റ്റ് അതിൻ്റെയാണ്. അങ്ങേര് ഷോക്കായി പോയിട്ട് അങ്ങേർക്ക് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്. ആ ട്വിസ്റ്റ് എന്തിനു കയറ്റി വെച്ചാന്ന് അയാൾക്ക് പോലും അറിഞ്ഞോടെന്ന് പറയണക്കാണ് അത് ചെയ്യണം. മീൻസ് ആ ട്വിസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ അത് അയാളെ മീൻസ് ഇവർക്കൊരു ബാപ്പുണ്ട്, മീൻസ് വലിയൊരുത്തനുണ്ട് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ആരുടെ ഇത്, ആരായിരിക്കും ഇങ്ങനെ ആലോചിക്കുകയാണ്, ആരായിരിക്കും എന്നൊക്കെ വിചാരിക്കും. അപ്പോഴാണ് പിന്നെ രണ്ടടി ആ ബാപ്പ് വാങ്ങിക്കും. മീൻസ് യുവാമാത്ത ബാപ്പ് എന്ന് പറഞ്ഞ അടുത്ത് തന്നെ ആരാണെന്ന് ഇങ്ങനെ ആലോചിക്കണം നമ്മൾ. ഞാൻ ആലോചിച്ചു പോയി, കാരണം എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ആരാന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എന്നാലും പടം കാണുമ്പോൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അതാരാന്ന് നമുക്കറിയാമെങ്കിലും അത് പ്രെഡിക്റ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്ത് വെച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് അങ്ങേര് രണ്ടടി വാങ്ങും, പിന്നെ അങ്ങേർക്ക് ദേഷ്യം കയറിയിട്ട് ഒറ്റ തല്ലി തലമണ്ടയ്ക്ക് ഒറ്റ ഇടി വന്ന് ഇങ്ങനെ ഒറ്റ താൻ ഇങ്ങനെ കാണിക്കും. അപ്പോൾ പിന്നെ ഇവനടിച്ചവൻ നേരെ പറമ്പിൽ പറന്ന് കിടക്കണം. അപ്പോൾ അതെന്നാൽ ഫൈറ്റ് തുടങ്ങും. പിന്നെ ജപ്പാൻ ലൈക്ക് ഫൈറ്റാണ്. ആ ഫൈറ്റിനിടയിൽ ഇവരെ കെട്ടി വെച്ചിരിക്കണം, മുഖം മൂടിയിരിക്കണത് ഈ സൈഡ് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ കണ്ണ് കാണുമ്പോൾ ഇതാണ് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഇതിലോട്ട് നമ്മൾ വന്നു. പിന്നെ മുഖം മൂടി മാറ്റിയപ്പോൾ നൈസ്, വേറെ ആരുമല്ലേ, സൽമൂബായി അഥവാ നമ്മുടെ പവർ സ്റ്റാർ, അഥവാ ഹിന്ദിക്കാരുടെ പവർ സ്റ്റാർ അഥവാ ബൈജാൻ എന്നറിയപ്പെടുന്ന സല്ലൂബായാണ് ആ റോൾ ആ ക്യാമിയോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ റൊമാൻസ് നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഡയലോഗ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ശിവരാത്രി, ഹാപ്പി ഓണം, ഹാപ്പി ദീപാവലി, ഹാപ്പി പൊങ്കൽ, ഹാപ്പി സംക്രാന്തി, ഹാപ്പി മഹാശിവരാത്രി, എന്തോന്നടത്. ആ ഡയലോഗ് മാറ്റായിരുന്നു കേട്ടോ, വേറെ കുഴപ്പം. ആ ഡയലോഗ് മാറ്റിയിരുന്നെങ്കിലും, പിന്നെ മറ്റേ പ്രഭുവിന് പകരം വന്ന അവരെയും ഞാൻ മാറ്റിയിരുന്നെങ്കിലും, പിന്നെ വേറെ റോഡ് ഞാൻ പറയാൻ പറഞ്ഞു. പിന്നെ തെറിയില മറ്റേ വില്ലൻ്റെ മോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ പടത്തിൽ വന്നപ്പോൾ ഷോക്കായിപ്പോയി.
പിന്നെ പറയാനുള്ള എന്തെന്ന് വെച്ചാൽ മറ്റേ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം സീനിന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് അത് നല്ലോണം സിനിമാറ്റോഗ്രാഫി ഫീൽ ചെയ്തിട്ടുണ്ട്. മീൻസ് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഹിന്ദി മാക്സിമം അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. എന്തായാലും എനിക്ക് പറയാനുള്ളൂ. വേറെ നെഗറ്റീവും ഇല്ല. വേറെ ഒന്നും സോറി പറയാൻ മറന്നുപോയി. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഫ്ലാഷ് ബാക്ക് ഇസ് നൈസ്. പറയാൻ മറന്നുപോയി, സോറി. വേറൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഈ പടം ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അബവ് ആവറേജ്. ഞാൻ ഇതിന് IMDb റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും 7/10 എന്നാണ് ഞാൻ കൊടുക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ ബസ്കസ്.